ആയുഷ് കൃഷ്ണ, കോട്ടയം വൈക്കം നിവാസിയാണ്. അമ്മയാണ് രഞ്ജിനി. ആയുഷ് കൃഷ്ണ നമ്മൾ ഉദ്ദേശിച്ചാൽ വലിയ പുള്ളിയാട്ടാ. കഴിഞ്ഞ വർഷം ആർമിക്ക് സെലക്ട് ആകാനാണ്, പോയില്ല. ആർമിക്ക് സെലക്ടായി, എയർഫോഴ്സിന് സെലക്ടായി, പിന്നെ SGDക്ക് സെലക്ടായി, നേവിക്ക് സെലക്ടായി. കഴിഞ്ഞ പ്രാവശ്യം പോയില്ല. എയർഫോഴ്സ് തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എയർഫോഴ്സ് വന്നു, അതിൽ പേരുണ്ടായിരുന്നു, സെലക്ടായി. അങ്ങനെ 2-3 ജോലി കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ച ഒരു പുള്ളിയാണിത്. പക്ഷേ എന്നോട് ചോദിച്ചിട്ടാ കേട്ടോ, ഞാനിവിടെ പറഞ്ഞിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്നുള്ളത്. അവൻ്റെ ആ വിശ്വാസം കൊണ്ട് ആണ് എനിക്കറിയാൻ കിട്ടുമെന്ന്. അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു, ഓക്കെ നേവിക്ക് വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടത് അതാണെങ്കിൽ അത് പോയാൽ മതി. എന്തായാലും ദൈവസഹായം പോലെ അവൻ്റെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞവർക്ക് അത് കിട്ടി. അങ്ങനെ അമ്മയ്ക്കും ആഗ്രഹം അതായിരുന്നു. എയർഫോഴ്സ് സെലക്ടായി, ഇന്നൊരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് നിൽക്കുകയാണ്. ബാക്കി നമുക്ക് അമ്മയിൽ നിന്നും ആയുഷ് കൃഷ്ണൻ എന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആയുഷ്. ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഇപ്പോൾ 1.5 വർഷമായി അക്കാഡമി ട്രെയിൻ ചെയ്യുന്നു. കൂടുതൽ ആഗ്രഹമാണ് ഡിഫൻസിൽ കയറണം എന്നുള്ള ആഗ്രഹം. സാറിൻ്റെയും ഓൺലൈൻ ക്ലാസ്, ടീച്ചർമാരുടെയും പിന്നെ ടീച്ചറിൻ്റെയും അമ്മയുടെ സപ്പോർട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ കാരണം. ഡിഫൻസിൻ്റെ എല്ലാ കോഴ്സും പാസ്സാകാനും ഫിസിക്കലും പാസ്സാകാനും എല്ലാം സഹിച്ച് 2 പ്രാവശ്യം എനിക്ക് ആർമി കിട്ടിയാണ്. അപ്പോൾ സാറും പറഞ്ഞ് എന്നോട് പോകണ്ട. അപ്പോൾ എൻ്റെ ആഗ്രഹം നേവി എയർഫോഴ്സ് എന്തെങ്കിലും പോകണമെന്നായിരുന്നു. വീട്ടുകാരുടെ ആഗ്രഹം എയർഫോഴ്സ് നേവി എന്തെങ്കിലും പോകണമെന്നായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം കൊണ്ട് എനിക്ക് എയർഫോഴ്സ് കിട്ടി. അപ്പൊ എല്ലാവർക്കും നന്ദി, താങ്ക് യു.